സോ വെൽക്കം ടു PYQ ഡിസ്കഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് PYQs അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളത്. ലെവൽസ് ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട PYQs ആണ്. ഓൾറെഡി ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്ലാസ് നമ്മളുടെ ചാനലിലുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും മിസ്സാക്കേ ചെയ്യരുത് ഈ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ധാരാളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പല വർഷങ്ങളിൽ പല ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, question number 1. The emphasis in memory level teaching is on which of the following? December 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് എ, ഓർഗനൈസേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. സ്റ്റേറ്റ്മെന്റ് ബി, സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ട്. സി, സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ടു എനേബിൾ ക്വിക്ക് റീപ്രൊഡക്ഷൻ. ഡി, ക്രിട്ടിക്കൽ തിങ്കിങ്. ഇ, സെഗ്രിഗേറ്റിംഗ് വൺ ഫീച്ചർ ഫ്രം അനദർ. 3 ലെവൽസ് ഓഫ് ടീച്ചിങ് അറിയാവല്ലോ. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അതിൽ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അതിനുശേഷം അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അതിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഓപ്ഷൻ ഡി നോക്കിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് റിഫ്ലക്റ്റീവ് ലെവലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും മെമ്മറി ലെവലിലൊന്നും അത് വരില്ല. അപ്പൊ തന്നെ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഓപ്ഷൻ സിയും ഡിയും അപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഓപ്ഷൻസ് എലിമിനേഷൻ വഴി ആൻസർ സോൾവ് ചെയ്യുന്നത് മറ്റൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സിയും ഡിയും ഉത്തരം വരില്ല. ഇനി എയും ബിയും മാത്രം നോക്കിയാൽ മതി അല്ലെ. ഓപ്ഷൻ എയും ബിയും മാത്രം നോക്കുക. അതിനകത്ത് ബി എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സെഗ്രിഗേറ്റിംഗ് വൺ ഫീച്ചർ ഫ്രം അനദർ. ഒരു ഫീച്ചറിനെ മറ്റൊരു ഫീച്ചറിൽ നിന്നും സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുക. അതൊന്നും ശരിക്കും ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. സോ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പം നമ്മളുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ബി ആൻഡ് സി. അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്തിപ്പെടാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിച്ചു നോക്കുക. ഓപ്ഷൻ എ നോക്കിക്കേ, ഓർഗനൈസേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ടീച്ചേഴ്സിനാണ്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കേണ്ട കണ്ടന്റ് എന്താണോ സബ്ജക്ട് അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ആണോ അതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആരുടെ ചുമതലയാണ്? ടീച്ചേഴ്സിന്റെ ചുമതലയാണ് അല്ലെ. കണ്ടന്റുകളെ ടീച്ചർ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം എങ്കിൽ മാത്രമേ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ബി നോക്കിയേ, സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ട്സ്. എന്താണ് അത് പറയുന്നത്? സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചുകുട്ടികൾക്ക് ഇത് മെമ്മറൈസ് ചെയ്തിട്ട് റോട്ടെ ലേണിംഗ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനപ്പാടമാക്കുകയാണ്. അങ്ങനെ മനപ്പാടമാക്കി ഓരോ കാര്യങ്ങളും പരീക്ഷ എഴുതേണ്ട സമയത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അതൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കണമെങ്കിൽ അത് ഓരോ ഫാക്റ്റുകൾ പഠിപ്പിക്കുമ്പോഴും പരസ്പരം ലിങ്ക് ചെയ്ത് പോകുന്ന ഓരോ ക്ലൂസ് അല്ലെങ്കിൽ ഹിന്റുകൾ അത്തരത്തിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ദ ഫോക്കസ് ഈസ് ഓൺ ലിങ്കിങ് സ്പെസിഫിക് ക്ലൂ ടു ഫാക്ട്സ്. ഓരോ ഫാക്റ്റുകളെ ലിങ്ക് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് വേണ്ടുന്ന സമയത്ത് ആ ഒരു കൃത്യമായിട്ട് റീകോൾ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം സ്റ്റേറ്റ്മെന്റ് ബിയും കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് സി നോക്കിക്കേ, സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻസ് ടു എനേബിൾ ക്വിക്ക് റീപ്രൊഡക്ഷൻ. അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരണം. ടീച്ചേഴ്സ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് അത് ക്വിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടാണ്? അത് മനപ്പാടമാക്കുകയാണ്, റോട്ടെ ലേണിംഗ് ആണ്. ഫാക്ട്സുകളെല്ലാം മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുക, ഓർത്തെടുക്കണം. അപ്പൊ അത് റീകോൾ ചെയ്തെടുക്കണം. ഇതാണ് ക്വിക്ക് റീപ്രൊഡക്ഷൻ. റീപ്രൊഡ്യൂസ് ചെയ്യുക, റീകോൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ കൃത്യമായിട്ട് റീറ്റെയിൻ ചെയ്ത് നിലനിർത്തുക. അപ്പൊ ഈ 3 എ, ബി, സി ഈ 3 സ്റ്റേറ്റ്മെന്റുകളാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് എ, ബി ആൻഡ് സി. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എ, ബി ആൻഡ് സി. Okay, second question. Question number 2. In which level of teaching the main focus is laid on capturing and systematic presentation of ideas and information? November 20, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ദ മെയിൻ ഫോക്കസ് ഈസ് ലെയ്ഡ് ഓൺ ക്യാപ്ചറിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ, മെമ്മറി ലെവലാണ് വരുന്നത് അല്ലേ. ടീച്ചേഴ്സ് ഓർഗനൈസ്ഡ് ചെയ്ത് കൊണ്ടുവന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ കുട്ടികളിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയോടുകൂടി പ്രസന്റ് ചെയ്യുന്നു. അത് കുട്ടികൾ ക്യാപ്ചർ ചെയ്തെടുക്കുകയാണ് അല്ലേ. അത്
ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് റോട്ടെ ലേണിംഗ് ആണ്, മനപ്പാടമാക്കുകയാണ്, എന്നിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ അത് റീകോൾ ചെയ്തെടുക്കുകയാണ്, ഓർത്തെടുക്കുകയാണ്, മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. The main focus is laid on capturing and systematic presentation of ideas and information. So answer is option A, memory level of teaching. Ini next question number 3. In which level of teaching promotion of critical thinking is the hallmark? അതും November 20, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. November 20, 2021 ചോദിച്ചിട്ടുള്ള സെയിം റിപ്പീറ്റഡ് ഏരിയാസ് ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അടുത്ത ക്വസ്റ്റ്യനും അതേ ഏരിയയിലാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ദ ഹോൾമാർക്ക്. പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓൾറെഡി ലെവൽസ് ഓഫ് ടീച്ചിങ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കുറേ കീവേഡ്സുകൾ നമ്മൾ ഓർത്ത് വെക്കുക. ആ കീവേഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിൽ വരും. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇൻഡിപെൻഡന്റ് തിങ്കിങ്, റാഷണൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്, അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ദ ഹോൾമാർക്ക്. ഏത് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്? ഓപ്ഷൻ സി, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. സോ ഏതാണ് ആൻസർ വരുന്നത്? പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്? നോക്കിക്കേ, ഒരു ഏരിയയിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ഏതാണ്? ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. കണ്ടോ, November 24, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Okay, question number 5. Which of the following level of teaching lays stress on critical shifting of ideas at the highest cognitive level? അതും ഒരു കീവേഡ് ഞാൻ പറഞ്ഞ, ഹയസ്റ്റ് കൊഗ്നിറ്റീവ് ലെവൽ, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഹയസ്റ്റ് കൊഗ്നിറ്റീവ് ലെവൽ. അതും ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് അതിന്റെയും ആൻസർ. കൊഗ്നിഷൻ കൂടുതൽ, ഏറ്റവും ഹയസ്റ്റ് കൊഗ്നിറ്റീവ് ലെവലില് ക്രിട്ടിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് ഐഡിയാസ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ ഷിഫ്റ്റിംഗ്, ഹയസ്റ്റ് കൊഗ്നിറ്റീവ് ലെവൽ, ഈ കീവേഡ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. December 3 മോർണിംഗ് സെക്ഷൻ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാ എക്സാമുകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ആ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം ആൻസർ ഏതാണ്? റിഫ്ലക്റ്റീവ് ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത് December 4 അടുത്ത പിറ്റേന്ന് ചോദിച്ചിരിക്കുകയാണ്. മോർണിംഗ് 2021 അതേ വർഷം തന്നെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഏരിയ ആണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്? ഓപ്ഷൻ എ നോക്കിക്കേ, ടു ഇമ്പാർട്ട് നോളജ് ടു ദ ലേണേഴ്സ്. ഓപ്ഷൻ ബി, ടു ഡെവലപ്പ് ഇൻസൈറ്റ് ഇൻ ടു ദ ലേണേഴ്സ് ടു സോൾവ് പ്രോബ്ലംസ്. ടു മേക്ക് സ്റ്റുഡൻസ് റിലേറ്റ് ഫാക്ട്സ് വിത്ത് ദ പ്രിൻസിപ്പിൾസ്. To encourage students to apply knowledge in similar and different situation. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാത്തിൻ്റെ ആൻസർ ഒരുപോലെ ഇരിക്കുന്നത്. അല്ല, നമ്മൾ ചില വേർഡ്സ് വെച്ച് നോക്കുക. ടു ഇമ്പാർട്ട് നോളജ് ടു ദ ലേണേഴ്സ് ആണോ? ലേണേഴ്സിന് അറിവ് മാത്രം കൊടുക്കുക എന്നുള്ളതാണോ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്? അല്ല. ഓപ്ഷൻ ബി നോക്കിക്കേ, ടു ഡെവലപ്പ് ഇൻസൈറ്റ് ഇൻ ടു ദ ലേണേഴ്സ് ടു സോൾവ് പ്രോബ്ലംസ്. അത് നമ്മളുടെ ഒരു കീവേഡ് ആണ്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? കുട്ടികളിലേക്ക് ഒരു ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ടു സോൾവ് പ്രോബ്ലംസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ടു ഡെവലപ്പ് ഇൻസൈറ്റ് ഇൻ ടു ദ ലേണേഴ്സ് ടു സോൾവ് പ്രോബ്ലംസ്. ഇനി അടുത്ത് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്? കണ്ടോ, December 5 മോർണിംഗ് സെക്ഷൻ 2021. ഓരോ പരീക്ഷകളിലും ഈ ഒരു ഏരിയാസ് ചോദിക്കുന്നുണ്ട്. ഒരു എക്സാമിന് പോലും ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തതില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നോക്കിക്കേ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ നോക്കിക്കേ, ഇമ്പാർട്ടിംഗ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ. ഓപ്ഷൻ ബി, ടീച്ചിങ് ടു കോംപ്രിഹെൻഡ് ദ കോൺസെപ്റ്റ്. ടീച്ചിങ് ടു, ഓപ്ഷൻ സി, ടീച്ചിങ് ടു എക്സ്പ്ലോർ ദ ഫീൽഡ് ഓഫ് നോളജ്.
ഓപ്ഷൻ ഡി ടീച്ചിങ് ടു ഡെവലപ്പ് റാഷണൽ തിങ്കിങ്. ഏതാണ് വരുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫാക്ട്സുകളെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകളെ വിശദമാക്കിയെടുക്കുക, വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക, അതിനെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയായിരുന്നു അല്ലേ. അതിന്റെ കോംപ്രിഹെൻഡ് ദ ഫാക്ട്സ്, കോംപ്രിഹെൻഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്ന കീവേഡ് വളരെ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്ത് തന്നെ പഠിപ്പിച്ച ഒരു കോൺസെപ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ആ ഒരു 3 ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ച ഒരു മേഖലയാണ്. ആ ക്ലാസ് കാണാത്തവർ പോയി കാണണം, ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, ടീച്ചിങ് ടു കോംപ്രിഹെൻഡ് ദ കോൺസെപ്റ്റ്. അപ്പൊ കോംപ്രിഹെൻഷൻ ഓഫ് ഫാക്ട്സ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ഓഫ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ടീച്ചിങ് ടു കോംപ്രിഹെൻഡ് ദി കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിക്കേ. ഇത് March 5, 2023 മോർണിംഗ് സെക്ഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പം PYQs അനലൈസ് ചെയ്യുന്നത് മൂലം പല ഫാക്ട്സ് ആണ്, നിങ്ങൾക്ക് അനലൈസ് ചെയ്തതിന്റെ ഫാക്ട്സ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാം, എക്സാം പാറ്റേൺ മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കിയാൽ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. Statement 1. The objective of the memory level of teaching is to develop rational and critical thinking among students. Statement 2. The objective of the reflective level of teaching is the ability to develop independent thinking and decision making among students. In the light of the above statements, choose the correct answer from the options given below. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിക്കേ. ഒബ്ജക്റ്റീവ് ഓഫ് ദ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ടു ഡെവലപ്പ് റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എമംഗ് സ്റ്റുഡൻസ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണോ റാഷണൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും? അല്ല, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ടു ഡെവലപ്പ് റാഷണൽ തിങ്കിങ്, ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് എമംഗ് ദ സ്റ്റുഡൻസ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്. Statement 2 നോക്കിക്കേ. The objective of the reflective level of teaching is the ability to develop independent thinking and decision making among students. Statement 2 correct ആണ്. കാരണം reflective level of teaching ന്റെ objectives ആണ് ഇൻഡിപെൻഡന്റ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് മാറുക തന്നെയാണ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ആണ്. ക്വസ്റ്റ്യനകത്ത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് റാഷണൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇൻഡിപെൻഡന്റ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ക്രിയേറ്റിവിറ്റി, ഹയസ്റ്റ് കൊഗ്നിറ്റിവിറ്റി. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചു വെക്കുക. നല്ലൊരു ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു.